ഇത് കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടില്ലേ, നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും വലിയവരും ഒക്കെ നന്നായി കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 5 മിനിറ്റ് മതി ഈ തോരൻ ഉണ്ടാക്കാൻ. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 ചുവന്ന മുളകും ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ തോരനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഒരു 100 ഗ്രാം ക്യാബേജ് പൊടിയായി അരിഞ്ഞതും 1 കപ്പ് പൊടിയായി അരിഞ്ഞ ബീൻസും ആണ് ചേർക്കുന്നത്. 1 കപ്പ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള. ഇപ്പം തന്നെ ഇതിലേക്കൊരു കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. അല്ല, മഞ്ഞൾപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വെള്ളയും പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് മാതിരിയുള്ള കളറിലായിരിക്കും, ഓറഞ്ചൊക്കെ ആയിട്ട്. പിന്നെ ഇതിനെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് താഴ്ത്തി വെക്കാം. ഇത് ക്യാബേജ് ആയതുകൊണ്ട് തന്നെ ഒന്ന് താഴുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മളുടെ ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുത്ത് വയ്ക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും. എല്ലാ വെജിറ്റബിളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് 5 മിനിറ്റ് താഴ്ത്തിയിട്ട് കുക്ക് ചെയ്യാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും അതിൻ്റെ കൂടെ ആവശ്യത്തിന് എരിവിനുള്ളതും കൂടി ചേർത്തി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു പച്ചമുളകാണ് ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കുകയോ വേണ്ടു. ക്രഷ് ചെയ്ത ഈ മിക്സിനെയാണ് നമുക്ക് ചേർക്കേണ്ടത്. കണ്ടോ, മിക്സ് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതാ വേവിന്ത് വന്നിട്ടുള്ള ഈ മിക്സ്ഡ് വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ അടിപൊളി കളർഫുൾ ആയിട്ടുള്ള തോരൻ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.